ഹലോ, ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്ന് ചെറിയ ടോപ്പിക്കാണ് പറയാൻ പോകുന്നത്. അതായത് ക്ലോഷർ പ്രോപ്പർട്ടി ഓഫ് കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജസ് ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് പതിക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്യാം. നമ്മൾ ക്ലോഷർ പ്രോപ്പർട്ടി ഓഫ് റെഗുലർ ലാംഗ്വേജ് പറഞ്ഞിരുന്നു. എന്താണ് അങ്ങനെ പറഞ്ഞാൽ, അപ്പം ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോഷർ പ്രോപ്പർട്ടി യൂണിയൻ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്റർസെക്ഷൻ, പിന്നെ ക്ലെയിം ക്ലോഷർ, അങ്ങനെ പറഞ്ഞ കുറച്ച് പ്രോപ്പർട്ടീസ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പറയുന്നത് ക്ലോഷർ പ്രോപ്പർട്ടീസ് ആർ ക്ലോസ്ഡ് അണ്ടർ ക്ലോഷർ പ്രോപ്പർട്ടി ഓഫ് CFL. ആദ്യം യൂണിയൻ ആണ് പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് ഇതാണ്: ക്ലോഷർ CFL ആർ ക്ലോസ്ഡ് അണ്ടർ യൂണിയൻ. അതായത് കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജസ് യൂണിയനിൽ ക്ലോസ്ഡ് ആണെന്നാണ് പറയുന്നത്. നിങ്ങൾ ഓർമ്മയുണ്ടെന്ന് അറിയില്ല, നിങ്ങൾ റെഗുലർ ലാംഗ്വേജസിന്റെ ക്ലോഷർ പ്രോപ്പർട്ടി പറഞ്ഞപ്പോൾ നമ്മൾ അതിനുള്ള പ്രൂഫ് മുഴുവൻ വരച്ചിരുന്നത് ഫൈനൈറ്റ് ഓട്ടോമാറ്റ് വെച്ചിട്ടായിരുന്നു. അപ്പൊ യൂണിയൻ വെച്ച് കഴിഞ്ഞാൽ യൂണിയൻ വെച്ച് വരയ്ക്കാൻ, ഒരു ഫൈനൈറ്റ് ഓട്ടോമാറ്റ് വരയ്ക്കാൻ പറ്റിയാൽ അത് റെഗുലർ ലാംഗ്വേജ് ആണ്. ഒരു ലാംഗ്വേജിന് ഒരു ഓട്ടോമാറ്റ് വരച്ചു, വേറൊരു ലാംഗ്വേജിന് വേറൊരു ഓട്ടോമാറ്റ് വരച്ചു. അങ്ങനെയാണെങ്കിൽ മൂന്നാമതുള്ള യൂണിയൻ ഒരു ഓട്ടോമാറ്റ് വരയ്ക്കാൻ പറ്റിയാൽ അത് റെഗുലർ ലാംഗ്വേജ് ആണ്. അങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇവിടെ ശരിക്കും ഒരു കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ്, രണ്ട് ലാംഗ്വേജുകൾ കോണ്ടെക്സ്റ്റ് ഫ്രീ ആണെന്ന് പറയുന്നു. അതിനുശേഷം അതിന്റെ യൂണിയനും കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് ആണെന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ സ്റ്റാർട്ടിങ്ങിന് ചെയ്യുന്നുള്ളൂ. ലെറ്റ് ജി, അങ്ങനെയാണല്ലോ നമ്മൾ തന്നത്. ജി ഈക്വൽ ടു നമ്മുടെ N, T, S, P. ഇതൊരു ഗ്രാമറാണ്. N, T, S, P. ഇതൊരു ഗ്രാമറാണ്. നമുക്ക് N1 കൊടുക്കാം കേട്ടോ. ഒരു ഗ്രാമർ G1, സേ N1, T1, S1, P1. ഇതൊരു ഗ്രാമറാണ്. റെഡി, ഗ്രാമറാണ്. അതേപോലെ ആൻഡ് G2 എന്ന് പറഞ്ഞിട്ട് വേറൊരു ഗ്രാമറുണ്ട്. അതിനകത്ത് ഉണ്ടാകുന്ന ഇതിന്റെ മുഴുവൻ ഇതേപോലെ വേറൊരു ഗ്രാമറാണ്. അത് P2, S2, T2 and N2. These are two grammars. Let G1 and G2 are two context free grammars for the two CFL L1 and L2 respectively. ഇതെനിക്ക് പറയാലോ. അത് ചുരുക്കത്തിൽ ഞാൻ ഇത് വേറൊരു തരത്തിലും ചില പുസ്തകങ്ങൾ എഴുതി കാണാം. Let L1 and L2 be the two L1 and L2 be two context free languages, and L1 equal to L1 of G, that is L1 equal to L1 of G1 അല്ലേ? ഒരെണ്ണുള്ളൂ, G1 and L2 equal to L2 of G2. അറിയുള്ളൂ, ആണെന്നാണ് പറയുന്നത് അല്ലേ? വേർ G1 and G2 are two context free grammar. അപ്പൊ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഓക്കെ, ഇനി ഇതിന്റെ യൂണിയൻ ഞാൻ എടുക്കാം. വി ക്യാൻ കൺസ്ട്രക്ട് എന്ന് പറയുന്നത്, വി ക്യാൻ കൺസ്ട്രക്ട് എ CFG, അതിന്റെ പേരും പറയുന്നു G ഫ്രം. നമുക്കൊരു കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നിന്ന് G എന്ന് പറയുന്ന ഒരു കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? G ഈക്വൽ ടു നമ്മുടെ N, T, P, S. ഇങ്ങനെ ഒരു ഗ്രാമർ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും ഫ്രം G1 and G2. ഇതൊക്കെ നമുക്ക് എഴുതാനുള്ളത് ഇങ്ങനെ തന്നെ എഴുതാനുള്ളത് ഞാൻ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. നമുക്കൊരെണ്ണം കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ പറയുന്നത്. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ എക്സാമ്പിൾ പറയാം കേട്ടോ. ഇപ്പൊ എൻ്റെ കയ്യിലൊരു ലാംഗ്വേജ് ഉണ്ട്. ഇതാണ് എൻ്റെ G1 വരുന്നതെന്ന് വിചാരിച്ചു. S1 ഈക്വൽ ടു S1 ഈക്വൽ ടു S എന്ന് പറഞ്ഞാൽ S1 എന്ന് പറഞ്ഞു. ഇതിന് പകരം ഞാൻ എന്താണ് ചുമ്മാ A
ബി എന്നൊക്കെ പറഞ്ഞിട്ട് വാട്ട് എവർ എക്സെട്ര 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 ഒരു ഗ്രാമർ ഞാൻ ഉണ്ടാക്കി. സ്റ്റാർട്ട് ചെയ്യുന്ന ഇതിൽ തുടങ്ങുന്നത്. പിന്നെ എ ഗീവ്സ് അങ്ങനെ പറഞ്ഞിട്ട് എന്തൊക്കെയോ അത് ഒരു ഗ്രാമർ. ഇതാണ് എൻ്റെ ഗ്രാമർ G1 എന്ന് വിചാരിക്കും. ഓക്കെ, ഇനി ഞാൻ നിങ്ങളോട് ഞാൻ ചോദിക്കാം, എനിക്ക് ഗ്രാമർ എനിക്ക് വേണമെങ്കിൽ ഇതാണ് എൻ്റെ S2 എന്ന് വിചാരിക്കും. S2 എന്ന് പറയുന്നത് വേറൊരു ഗ്രാമറാണ്. S2 എന്ന് വേറൊരു ഗ്രാമറാണ്. അതിനകത്തും ഉണ്ട് സം എ ബി വാട്ട് എവർ സം എന്തോ അതിനകത്തും ഉണ്ട്. അത് ഇവിടെ ഞാൻ ഏതാണ്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സം വാട്ട് സേ സം പ്രൊഡക്ഷൻസ്. സോ ഇതാണ് ഈ ലെഫ്റ്റിൽ കാണിച്ചിരിക്കുന്ന ഇതാണ് എൻ്റെ എന്താ പറയുക, എൻ്റെ G1 എന്ന് പറയുന്ന വാട്ട് സേ ഗ്രാമർ തുടങ്ങുന്നത്. S2 ആണ് എൻ്റെ G2 തുടങ്ങുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ, എനിക്ക് G കൺസ്ട്രക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നത്, ഐ ആം യൂസിങ് ഓൾ ഓഫ് ദീസ് പ്രൊഡക്ഷൻസ്. ഈ പറയുന്ന എല്ലാ പ്രൊഡക്ഷൻസും ഞാൻ യൂസ് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ അതിന് പുതിയൊരു S ഇടുക. ശ്രദ്ധിച്ചോ കേട്ടോ, എൻ്റെ ഗ്രാമർ S ആണ്. ഇവിടെ ഞാൻ ഇടുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ S1/S2. ഇങ്ങനെ ഒരേ ഒരു പ്രൊഡക്ഷൻ മാത്രം ഞാൻ അഡീഷണലി ആഡ് ചെയ്യാം. ഇങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, എനിക്ക് ഈ S ൽ നിന്ന് S1 വഴി ഇതിലുള്ള എല്ലാ സ്ട്രിങ്ങുകളെയും ജനറേറ്റ് ചെയ്യാം. അതേപോലെ S ൽ നിന്ന് S2 വഴി എനിക്ക് ഇതിലുള്ള ബാക്കിയുള്ള എല്ലാ സ്ട്രിങ്ങുകളെയും ജനറേറ്റ് ചെയ്യാം. ചുരുക്കം പറഞ്ഞാൽ ഒരു വലിയൊരു പ്രൊഡക്ഷൻ, ഈ പറയുന്ന എല്ലാ പ്രൊഡക്ഷനെയും ഞാൻ എടുത്തു. അതിന്റെ കൂടെ S gives S1/S2. എന്നിട്ട് ഈ S നെയാണ് ഞാൻ പിന്നെ എന്ത് ചെയ്തു, ഞാൻ എന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് ആക്കി മാറ്റിയാൽ ഐ ക്യാൻ കൺസ്ട്രക്ട് ഓൾ ദോസ് സ്ട്രിങ്സ് വിച്ച് ക്യാൻ ബി ജനറേറ്റഡ് ബൈ G1 ആൻഡ് G2. രണ്ടിലുള്ളതിന് പറ്റും. അപ്പൊ ഈ മൊത്തം ഗ്രാമർ ജനറേറ്റ് ചെയ്യുന്ന സ്ട്രിങ് എന്ന് പറഞ്ഞാൽ അതിൽ ഏതെല്ലാം പെടും, എൻ്റെ L1-ലുള്ള എല്ലാ സ്ട്രിങ്ങുകളും പെടും, L2-ലുള്ള എല്ലാ സ്ട്രിങ്ങുകളും പെടും. ചുരുക്കത്തിൽ L1 യൂണിയൻ L2 എന്ന് പറയുന്നതായിരിക്കും ഈ പറഞ്ഞ ഗ്രാമറിന്റെ L. ശരിയല്ലേ? അപ്പൊ ഞാനിത് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ്. അപ്പൊ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ G = NTBS അല്ലേ. N എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, N1-നകത്തുള്ള എല്ലാ സ്ട്രിങ്ങുകളും ഏതിനകത്ത് വരും, N-നകത്ത് വരും. പിന്നെ N2-നകത്തുള്ള എല്ലാം വരും. ശരിയല്ലേ? N1-നകത്തുള്ള എല്ലാം വരും, N2-നകത്തുള്ള എല്ലാം വരും. തീർന്നില്ല, പിന്നെ ആര് വരും, പിന്നെ എൻ്റെ പുതിയ N1-നകത്തുള്ള എല്ലാം വരും, N2-നകത്തുള്ള എല്ലാം വരും. പിന്നെ അഡീഷണലി ഞാനിപ്പോൾ ആഡ് ചെയ്തേക്കുന്ന ഒരു സ്റ്റേറ്റ്, അതേതാ, എൻ്റെ S. ശരിയല്ലേ? N1-നകത്തുള്ള എല്ലാ നോൺ ടെർമിനലും വരും, N2-നകത്തുള്ള എല്ലാ നോൺ ടെർമിനലും വരും. പിന്നെ ഇപ്പൊ ഞാൻ പുതുതായിട്ട് ആഡ് ചെയ്തേക്കുന്ന എൻ്റെ എൻ്റെ സ്റ്റേറ്റ്. ഇത്രയും സാധനങ്ങൾ മാത്രമേ അതിനകത്ത് വരുള്ളൂ, എൻ്റെ പുതിയ ഗ്രാമറിനകത്ത് വരുള്ളൂ. ഇനി വാട്ട് അബൌട്ട് ടി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഉണ്ടാവുന്നത്, ശ്രദ്ധിച്ചാൽ മതി, T1 ഉണ്ടാവും, ഉറപ്പാണ്. പിന്നെ ആരുണ്ടാവും, T2 ഉണ്ടാവും. ശരി, പിന്നെ വേറെ ഏതെങ്കിലും സ്ട്രിങ്ങിന് ഇത് ജനറേറ്റ് ചെയ്യുന്നുണ്ടോ? വേറെ ഒരു സ്ട്രിങ്ങിനും ജനറേറ്റ് ചെയ്യുന്നില്ല. അപ്പൊ എനിക്ക് എന്ത് ചെയ്താൽ മതി, എനിക്ക് ചുമ്മാ പറഞ്ഞാൽ മതി, അത് T1 യൂണിയൻ T2 ആയിരിക്കും. വേറെ സ്ട്രിങ്ങുകളൊന്നും ജനറേറ്റ് ചെയ്യാൻ പാടില്ല, ഇത് രണ്ടും ജനറേറ്റ് ചെയ്യാനും വേണം. അത്രയേ ഉള്ളൂ. ശരി, ഇനിയാണ് പറയുന്നത് പി. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായിരിക്കും, പ്രൊഡക്ഷൻസ് ഏതൊക്കെയായിരിക്കും? പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെല്ലാം ഉണ്ടാവും? പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രൊഡക്ഷൻസ് ഓഫ് എവിടുത്തെ P1-ലെ എല്ലാ P1 എന്ന് പറഞ്ഞാൽ എന്താ, G1-ന്റെ എല്ലാ പ്രൊഡക്ഷൻസും P1 ഉണ്ട്. പിന്നെ അതിന്റെ കൂടെ P2-ലെ എല്ലാ പ്രൊഡക്ഷൻസും വേണം. ശരിയല്ലേ? P2-നകത്തുള്ള എല്ലാ പ്രൊഡക്ഷൻസും വേണം. കൂടാതെ നമ്മളിപ്പോൾ അഡീഷണലി ഒരു പ്രൊഡക്ഷനും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു പറഞ്ഞില്ലേ, അത് ഏതായിരുന്നു? യൂണിയൻ നമ്മളിപ്പോ പറഞ്ഞ പ്രൊഡക്ഷൻ, അതേതാ, S gives S1/S2. ഇതിന് മാത്രമാണ് കളി. ഇങ്ങനെ ഒരു പ്രൊഡക്ഷനും കൂടി ഈ പറഞ്ഞതിന്റെ കൂടെ ആഡ് ചെയ്യും. P1-ലെ പ്രൊഡക്ഷൻസ് യൂണിയൻ, P2-ലെ പ്രൊഡക്ഷൻസ്, P2 എന്ന് പറയുന്ന പ്രൊഡക്ഷൻ, പിന്നെ യൂണിയൻ നമ്മളിപ്പോൾ ആഡ് ചെയ്ത പുതിയ പ്രൊഡക്ഷൻ, അതായത് S gives S1/S2. സോ ഈ ഒറ്റ എണ്ണം പുതുതായിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് എന്ത് ചെയ്യാൻ പറ്റും, ഈ എസിന് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ എല്ലാത്തിനെയും കണക്ട് ചെയ്യും. പക്ഷെ സ്ലാഷ് ഇട്ടത് കൊണ്ട് എന്ത് വരും, S1/S2 എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് വരും, അത് ക്ലോസ്ഡ് അണ്ടർ യൂണിയൻ ആവും. അപ്പൊ ഇതിൽ നിന്ന് ഈ S വഴി അപ്പൊ നമ്മുടെ ഈ ഹോൾ ഗ്രാമർ വഴി എനിക്ക് ഏതെല്ലാം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, എനിക്ക് S1 വഴി എനിക്ക് G1 അല്ലെങ്കിൽ എൻ്റെ കോണ്ടസ്ട്രി ലാംഗ്വേജ് L1-നകത്തുള്ള എല്ലാ സ്ട്രിങ്ങുകളും ജനറേറ്റ് ചെയ്യും.
അതേപോലെ S2 ഈ പ്രൊഡക്ഷനാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ എസിന് 2 പ്രൊഡക്ഷൻ എടുക്കാറ്. S2 വഴിയാണ് എടുക്കുന്നതെങ്കിലോ ഐ ക്യാൻ ജനറേറ്റ് ഓൾ ദോസ് സ്ട്രിങ്സ് വിച്ച് ആർ കമ്മിങ് അണ്ടർ L2 ആൾസോ. സോ G1 ആൻഡ് G2യിലുള്ള എല്ലാ സ്ട്രിങ്ങുകളെയും എനിക്ക് ഈ ഒരൊറ്റ യൂസ് ചെയ്യും. ആക്ച്വലി ഈ പ്രൊഡക്ഷൻ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇതിനകത്തുള്ള G1ലുള്ള എല്ലാ പ്രൊഡക്ഷനും G2ലുള്ള എല്ലാ പ്രൊഡക്ഷനും ഉണ്ട്. G1ലുള്ള പ്രൊഡക്ഷനുകൾ കിട്ടാൻ S1 എടുക്കും, G2ലുള്ള പ്രൊഡക്ഷനെ കിട്ടാൻ S2 എടുക്കും. സോ ഇങ്ങനെ നോക്കുന്ന സമയത്ത് എനിക്ക് എന്ത് പറയാൻ പറ്റും, എല്ലാ പ്രൊഡക്ഷൻസും ഉള്ള ഒരു ഗ്രാമർ എനിക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റി. ഞാൻ ഗ്രാമറിന്റെ റൂൾസ് ഒന്നും വയലേറ്റ് ചെയ്തിട്ടില്ല. ഈ പറഞ്ഞ സാധനം ഇത് ആക്സെപ്റ്റ് ചെയ്യുന്നത് G accepts ചെയ്യുന്നത് എന്തിനാ, G accepts L1 യൂണിയൻ L2 ആയിരിക്കും. L1 യൂണിയൻ L2 ആയിരിക്കും G ആക്സെപ്റ്റ് ചെയ്യുന്നത്. ശരിയല്ലേ? അപ്പൊ എനിക്ക് എന്ത് മനസ്സിലാക്കാം, ഇത് G accepts ഇങ്ങനെ ഒരു ഗ്രാമർ ഉണ്ടെങ്കിൽ, എനിക്ക് എന്ത് പറയാം, L of അപ്പൊ G എന്ത് തന്നെയാണ്, G is a CFG. അതാണ് പറയുന്നത്, G is a CFG. അല്ലെങ്കിൽ L1 യൂണിയൻ L2 ആക്സെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായും L എന്ത് തന്നെയാ, L is a CFL. രണ്ട് കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജുകൾ യൂണിയൻ അത് അടിച്ചു കഴിഞ്ഞാൽ ഐ ക്യാൻ കൺസ്ട്രക്ട് എ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ. ശ്രദ്ധിക്കുക, ഇനി അടുത്ത് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ കൺകാറ്റിനേഷൻ ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, കൺകാറ്റിനേഷൻ നമുക്ക് എന്താ വ്യത്യാസം. ഇതേ സാധനം വെച്ച് എനിക്ക് കൺകാറ്റിനേഷൻ പറയാം. അപ്പൊ ഞാൻ ഇതിൽ തന്നെ മാറ്റങ്ങൾ വരുത്താം. എന്താ വരും, ഇത് ഈസ് കൺകാറ്റിനേഷൻ. കൺകാറ്റിനേഷൻ എന്താ പറയുന്നത്, S1 എന്ന് പറയുന്ന എന്റെ കയ്യിലൊരു L1 എന്ന് പറയുന്ന ഒരു സ്ട്രിംഗ് ഉണ്ട്, L2 എന്ന് പറയുന്ന ഒരു സ്ട്രിംഗ് ഉണ്ടെങ്കിൽ L1 L2 L2 L1 ആണ് എന്ത്, അതിന്റെ കൺകാറ്റിനേഷൻ. ഇത് രണ്ടും CFL ആണെന്നാണ് ഞാൻ പറയുന്നത്. ക്ലോസ്ഡ് അണ്ടർ കൺകാറ്റിനേഷൻ. ക്ലോസ്ഡ് അണ്ടർ കൺകാറ്റിനേഷൻ. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇതാണ് എന്റെ ഇത് പറയുന്നത്. ലെറ്റ് G1 ഇതേപോലെ തന്നെ ലെറ്റ് G1 G2 ആണ് ഫോർ ദ L1 L2 ആണെങ്കിൽ, ഓക്കെ, L1 equal to L of G1, L2 equal to L of G2 അതൊക്കെ ഞാൻ എടുക്കുന്നു. We can construct a G and P from G1 and M2. എങ്ങനെയാണ് ഇത് കൺസ്ട്രക്ട് ചെയ്യുന്നത്, ഇതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു, ഇതേപോലെ തന്നെ N-നകത്ത് നേരത്തെ പോലെ തന്നെ അതേ നോൺ ടെർമിനലുകളും രസും വരും, T-വിനകത്ത് അത് തന്നെ. പ്രൊഡക്ഷൻ അകത്തേക്ക് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ ഇവിടെ എഴുതുന്നത് എന്തായിരിക്കും എന്നറിയോ, S1 S2. ഇങ്ങനെയാണ് ഞാൻ എഴുതുന്നതെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്ത് പ്രൊഡക്ഷൻ ആണ് ആഡ് ചെയ്യുക. ഇറ്റ് യൂസസ് ഓൾ ദ പ്രൊഡക്ഷൻസ് ഓഫ് G1 ആൻഡ് G2. പക്ഷെ അതിന്റെ തുടക്കത്തിൽ എന്ത്, സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് എന്താ, S1 S2. ഇങ്ങനെ പറഞ്ഞ അർത്ഥം എന്താ, S1 കഴിഞ്ഞിട്ട് കൺകാറ്റിനേറ്റ് ചെയ്ത് S2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താ, ഇതിനെ എനിക്ക് ഇനി S1 വഴി എനിക്ക് S1ലുള്ള എല്ലാ സ്ട്രിങ്ങുകളെയും ജനറേറ്റ് ചെയ്യാം, തൊട്ടുകൊണ്ട് തന്നെ S2ലുള്ള എല്ലാ സ്ട്രിങ്ങുകളെയും ജനറേറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്റെ ഈ L1-നകത്ത് ഒരു സേ ഒരു AA ഉണ്ട്, ഒരു BA ഉണ്ട് എന്നുണ്ടെങ്കിൽ സേ ഇങ്ങനെയാണ്. അതേപോലെ L2-നകത്ത് ഒരു BB ഉണ്ട്, BA ഉണ്ട്. ഇങ്ങനെ രണ്ട് സ്ട്രിങ്ങുകൾ L2-നകത്ത് ഉണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, ഇങ്ങനെ L2-നകത്ത് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആലോചിച്ച് നോക്ക്, ഈ പറയുന്ന സ്ട്രിങ്ങുകൾ ഇത് എനിക്ക് ജനറേറ്റ് ചെയ്യുന്നത് ഏത് വഴിയാ, ഇത് S1-ൽ നിന്ന് തുടങ്ങിയാണ് L1 ജനറേറ്റ് ചെയ്യുന്നത്, S2-ൽ നിന്ന് തുടങ്ങിയാണ് BB ജനറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ S1 S2 എന്ന് പറഞ്ഞ് ഇട്ട് കഴിഞ്ഞാൽ ഈ S1 വഴി എനിക്ക് ഇതിലെ ഈ എന്താ പറയാ, ഈ S equal to S1 S1-ലെ ഈ S1 വഴി L1-ലെ സ്ട്രിങ്ങുകളെ മുഴുവൻ കിട്ടും. അതിനോട് കൂടെ തന്നെ കൺകാറ്റിനേറ്റ് ചെയ്തിട്ടാണ് S2 കിടക്കുന്നത്. അപ്പോൾ L2 വഴി S2-ലെ സ്ട്രിങ്ങുകളും കിട്ടും. ശരിയല്ലേ? അപ്പോൾ ഈ പറയുന്ന ഒരൊറ്റ പ്രൊഡക്ഷൻ ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആക്സെപ്റ്റ് ചെയ്യുന്ന എന്തിനായിരിക്കും, L1 L2-നെ ആയിരിക്കും. തീർന്നില്ല കേട്ടോ. അപ്പോൾ L is a CFL. ഇനി ഇത് മാറിയാണെന്നുണ്ടെങ്കിലോ, ഞാനിപ്പോ പറയാം S2 L1 ആണ് കൊടുക്കുന്നതെങ്കിലോ, S2 S1 ആണ് കൊടുക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും, ഇത് മുഴുവൻ ജനറേറ്റ് ചെയ്യുന്നത് L2 L1 എന്ന് പറയുന്നതിന്റെ സ്ട്രിങ് ആയിരിക്കും ജനറേറ്റ് ചെയ്യുക. അപ്പൊ ഞാൻ എന്ത് പറയും, ഈ പറയുന്ന G accepts L2 L1. അപ്പൊ ഇത് രണ്ട് കൺകാറ്റിനേഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും കൺകാറ്റിനേഷൻ ആയി കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് എന്ത് തന്നെയാ, വേറൊരു ലാംഗ്വേജ് ആണ്. അത് കൺകാറ്റിനേഷൻ ഓഫ്
ഈ ലാംഗ്വേജ് ഞാൻ എടുത്തു നോക്കിയ സമയത്ത് ഐ ക്യാൻ കൺസ്ട്രക്ട് എ കോണ്ടസ്റ്ററി ഗ്രാമർ. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് പറയും, എൽ ഈസ് എ CFL. എൽ ഈസ് എ CFL ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് കോണ്ടസ്റ്ററി ലാംഗ്വേജസ് ആർ ക്ലോസ്ഡ് അണ്ടർ കൺകാറ്റിനേഷൻ. ഇതാണ് എൻ്റെ സെക്കൻഡ് വൺ. ഓക്കെ, ഇതിനകത്ത് വേറെ പുതുതായിട്ടൊന്നും പറയാനില്ല, അതുകൊണ്ടാണ് ഞാൻ നേരെ അങ്ങ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്ത് പറയാം, എൽ ഓഫ് നേരത്തെ പറഞ്ഞ പോലെ എൽ ഓഫ് ജി അത് ഞാൻ എഴുതിയല്ലോ. എൽ ഓഫ് ജി ഈക്വൽ ടു എൽ ഓഫ് ജി L of G1 dot L of G2. എനിക്കത് സിമ്പിളായിട്ട് പറയാം. അല്ലെങ്കിൽ എൽ ഓഫ് G1 L1 ഓഫ് G1 L2 ഓഫ് G2 എന്ന് എനിക്ക് പറയാം. അല്ലെങ്കിൽ വൈസ് വേഴ്സ, രണ്ടും പറയാം. L2 ഓഫ് G1 L2 ഓഫ് G2 ആൻഡ് L1 ഓഫ് G1. ഇത് രണ്ടും പോസിബിൾ ആണ്. സോ നിങ്ങൾ ആലോചിച്ച് നോക്കുക അത് എങ്ങനെയാണ് പോസിബിൾ ആവുന്നത്. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു ഗ്രാമർ ഉണ്ട്. ആ ഗ്രാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ പോലെ എസ് സ്റ്റാർട്ട് ചെയ്യുന്നു, അതിനടുത്തുള്ള പ്രൊഡക്ഷനാണ്. എസ് എന്തൊക്കെയോ സ്റ്റാർട്ട് ചെയ്തു, കുറെ എന്തോ സ്റ്റാർട്ട് ചെയ്യുന്നു. S1 ഉണ്ട്, എസ് എന്നൊക്കെ കോമൺ ആയിട്ട് അറിയാതെ പറയുന്നു. S1 ഉണ്ട്, ശരി. അങ്ങനെ ഇതൊരു സെറ്റ് ഓഫ് ഗ്രാമർ. അതിന്റെ ഇടയിലുള്ള എ വല്ലതും ഉണ്ടെങ്കിൽ അത് ഗ്രാമർ എടുക്കുന്നു. എ ഉണ്ടെങ്കിൽ അങ്ങനെ കുറെ പ്രൊഡക്ഷൻ സൈറ്റ് സ്ട്രിങ് ജനറേറ്റ്. അതേപോലെ ഇവിടെ ഒരു S2 ഉണ്ട്, ഒരു S2 ഉണ്ട്, അതിനും ഒരു പ്രൊഡക്ഷൻ ഉണ്ട്. അത് എന്തൊക്കെയോ ചെയ്യുന്നു, അത് കുറെ സ്ട്രിങ്ങുകൾ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കറിയില്ല അത് എന്ത് ജനറേറ്റ് ചെയ്യുന്നു, അതിൽ ഏത് നോൺ ടെർമിനൽ ഉണ്ട്, അതിനെ പറ്റി നമ്മൾ ബോധേഡല്ല. സം സ്ട്രിങ്സ് ഇറ്റ് ഈസ് ജനറേറ്റിംഗ്, ശരി. പക്ഷെ ഞാൻ എന്താ ചെയ്യുന്നത്, ഈ എല്ലാ പ്രൊഡക്ഷനുകളും, ഒരു പ്രൊഡക്ഷനും ഞാൻ വിട്ടില്ല. എല്ലാ പ്രൊഡക്ഷനെയും ഞാൻ മേടിച്ച് കയ്യിൽ വെച്ചിട്ട് ഞാൻ പുതിയൊരു സ്റ്റാർട്ട് സിമ്പിൾ ഉണ്ടാക്കുന്നു. ഞാൻ എന്ത് ചെയ്യുന്നു, ഒന്നുകിൽ ഞാൻ പറയുന്നത് എന്ത് S1 S2. ഇങ്ങനെ പറഞ്ഞാൽ എന്ത് സംഭവിക്കും, S1 എല്ലാ സ്ട്രിങ്ങുകളുടെയും അറ്റത്ത് S2 എല്ലാ സ്ട്രിങ്ങുകളുടെയും കണക്ഷൻ കൂട്ടി യോജിപ്പിച്ച് S1 S2 ആയിരിക്കും. S2 S1 എന്ന് പറഞ്ഞാലോ, S2 S1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഉൾട്ട. അതായത് S2 എന്ന് പറയുന്ന ആദ്യം ഇതും. അപ്പോൾ കൺകാറ്റിനേഷൻ എഴുതാൻ വളരെ എളുപ്പമാണ്, ആണ് കൺകാറ്റിനേഷൻ പറയുന്നത്. ഇനി പറയുന്നത് പറഞ്ഞാൽ ക്ലീൻ ക്ലോഷർ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ക്ലീൻ ക്ലോഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും. എന്താ വേണ്ടത്, ക്ലീൻ ക്ലോഷർ എന്ന് പറഞ്ഞാൽ ഒരു ലാംഗ്വേജ് കോണ്ടസ്റ്ററി ലാംഗ്വേജ് ആണെങ്കിൽ അതിന്റെ ക്ലീൻ ക്ലോഷർ എന്ന് പറഞ്ഞാൽ അതിന്റെ സീറോ ഓർ മോർ കോമ്പിനേഷൻ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ലാംഗ്വേജ്. അതല്ല എനിക്ക് വേണ്ടത്. ക്ലീൻ ക്ലോഷർ, സീറോ ഓർ മോർ കോമ്പിനേഷൻ. CFL ഞാൻ ആദ്യം തന്നെ പറയുന്നു ആർ ക്ലോസ്ഡ് അണ്ടർ ക്ലീൻ ക്ലോഷർ. ഇത് ക്ലീൻ ആണെന്ന് വിചാരിക്കാം. അപ്പൊ എങ്ങനെയായിരിക്കും ഇതിനകത്ത് ഞാൻ ഒരു ലാംഗ്വേജേ പറയുന്നുള്ളൂ. ലെറ്റ് G1 മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ, അല്ലെ. G2 എടുക്കട്ടെ. ഇത് ഒരു പെർട്ടിക്കുലർ ലാംഗ്വേജ് കോണ്ടെക്സ്റ്റ് ഫ്രീ ആണ്. G1 ഈസ് എ CFG for CFL L1, ശരിയല്ലേ. CFL G1 G1 is CFL L1. ഇത് വേണ്ട, അത് എഴുതുന്നത് എങ്ങനെയാ, ലെറ്റ് G1 is the contextual language for L1. L1 എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ഉണ്ട്. ആ ലാംഗ്വേജിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കോണ്ടസ്റ്ററി ഗ്രാമർ ഉണ്ട്. അതാണ് ഇത് G1. ശരി, ഇനി ഞാൻ പറയുന്നു എനിക്കൊരു കോണ്ടസ്റ്ററി ഗ്രാമർ ഉണ്ടാക്കാം ജിയിൽ നിന്ന്. ഫ്രം G1 and G2 എന്ന് ഞാൻ പറയുന്നില്ല. ഇതിൽ പറയുന്നത് G1 നിന്ന് എനിക്ക് എന്തുണ്ടാക്കാൻ പറ്റും, G1 നിന്ന് എനിക്ക് ഉണ്ടാക്കാൻ പറ്റും എന്തിനെ, ഒരു എനിക്കൊരു പുതിയ കോണ്ടസ്റ്ററി ഗ്രാമർ ഉണ്ടാക്കാം. അത് ഏത് തരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ N1 യൂണിയൻ S. ഇവിടെയല്ലേ ഞാൻ പറഞ്ഞു ഏത് എന്ന് മാത്രമേ കൂടുതലുള്ളൂ, ഒരു S എന്ന് പറയുന്ന ഒരെണ്ണം മാത്രമേ കൂടുതലുള്ളൂ. ടെർമിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യത്യാസവും ഇല്ല പുതിയ ടെർമിനലും നേരത്തെ ടെർമിനൽ സെറ്റുമായിട്ട്. അതേ സ്ട്രിങ്ങുകളാണ്. പ്രൊഡക്ഷനിൽ മാത്രം എന്ത് വരും,
ഒരു പെർട്ടിക്കുലർ സാധനം വരും. P1-ലുള്ള എല്ലാ പ്രൊഡക്ഷനും അത് ഉപയോഗിക്കും. നിങ്ങൾ ആലോചിച്ചാൽ മതി. നമ്മൾ ഇങ്ങോട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ ഇങ്ങോട്ട് പറയാം. ഇവിടെ ശ്രദ്ധിച്ചോ, ഞാൻ ഇത് ഒഴിവാക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഈ പറഞ്ഞ പോലെ S1 എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ഉണ്ട്. S2 ഇതിലില്ലല്ലോ. S2 നമ്മൾ നോക്കണ്ട. എൻ്റെ കയ്യിൽ ഒരു ഗ്രാമർ ഉണ്ട്. സേവ് ഈ ഗ്രാമർ ശ്രദ്ധിക്കും. S1 എന്ന് പറയുന്ന ഒരു ഗ്രാമർ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇത് ഒരു പെർട്ടിക്കുലർ സ്ട്രിങ്ങിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള. ഞാനൊരു പുതിയ പ്രൊഡക്ഷൻ ഇവിടെ എഴുതുക. ഈ പ്രൊഡക്ഷൻ ശ്രദ്ധിച്ചോട്ടോ. ഈ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ S gives റെഡി എനി കോമ്പിനേഷൻ ഓഫ് S1. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത്? S gives S1S റിക്കസീവ് ആയിട്ട് അതിനെ തന്നെ കോൾ ചെയ്യുക. പിന്നെ ആരും കൂടെ വരും? പിന്നെ നമ്മുടെ എപ്സിലോണും കൂടെ വരും. ശരിയല്ലേ? അപ്പൊ എപ്സിലോണും കൂടെ വരുമ്പോൾ ഇങ്ങനെയാകുന്നതിന്റെ മീനിങ് എന്താ? ഇതെന്താ എടുക്കുന്നത്? S1 gives S1S എപ്സിലോൺ. S1 gives S1S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഈ എസിനെ തന്നെ കോൾ ചെയ്ത് എനി നമ്പർ ഓഫ് ഇതെടുക്കാം. എപ്സിലോൺ എന്ന് പറഞ്ഞാൽ 0. സോ 0 ഓർ മോർ കോമ്പിനേഷൻ ഓഫ് S ആണ് ഈ കാണുന്നത്. S gives S1. എത്ര പ്രാവശ്യം ഒരു S1 പിന്നെ ഈ എസിന് വീണ്ടും S1 കൊടുക്കാം, ഈ എസിന് വീണ്ടും S1 കൊടുക്കാം. അതങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. സോ എനി കോമ്പിനേഷൻ 0 ഓർ മോർ കോമ്പിനേഷൻ ഓഫ് S1. ശരിയല്ലേ? 0 ഓർ മോർ കോമ്പിനേഷൻ ഓഫ് S1 വരും. അതിനാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. അപ്പോൾ ഈ പ്രൊഡക്ഷൻ ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ഇപ്പൊ കിട്ടിയ നമ്മുടെ പുതിയ പ്രൊഡക്ഷൻ അത് മറ്റേതിന്റെ എല്ലാ പ്രൊഡക്ഷനും യൂസ് ചെയ്യും. അതിന്റെ കൂടെ ഈ അഡീഷണൽ ആയിട്ട് ഒരു പ്രൊഡക്ഷൻ കൂടെ യൂസ് ചെയ്താൽ എന്ത് സംഭവിക്കും? എന്റെ S1 വെച്ചിട്ടുള്ള എന്റെ G1 എന്ന് പറയുന്ന പ്രൊഡക്ഷൻ ഇല്ലേ, അത് മുഴുവൻ ഒന്നോ അതിലധികം പ്രാവശ്യമോ എനിക്ക് ചെയ്തുകൊണ്ടിരിക്കാം. അങ്ങനെ പറഞ്ഞ അർത്ഥം എന്താ? ഈ വെച്ച് ഉണ്ടാക്കാവുന്ന സ്ട്രിങ്ങുകളുടെ 0 ഓർ മോർ കോമ്പിനേഷൻ, ഒന്നല്ല 0 ഓർ മോർ കോമ്പിനേഷൻ അല്ലേ വരുന്നത്. അപ്പോഴാണ് അതാണല്ലോ അതിനെയുള്ള ക്ലോഷർ എന്ന് പറയാം. അപ്പൊ അത് മതി. അപ്പൊ അതിന്റെ കൂടെ ഏത് പ്രൊഡക്ഷനും കൂടെ കയറി വരും? ഈ പ്രൊഡക്ഷനും കൂടെ നമ്മൾ എവിടെ എഴുതി വയ്ക്കും? ഇതും കൂടെ നമ്മള് ഇങ്ങനെ ഒരു പ്രൊഡക്ഷനും കൂടെ നമ്മൾ അതിന്റെ കൂടെ എഴുതി വയ്ക്കും. സോ ഇപ്പൊ കിട്ടുന്ന സാധനം ഏതിനൊക്കെ ആക്സെപ്റ്റ് ചെയ്യും? G ആക്സെപ്റ്റ് ചെയ്യുന്നത്, ഇപ്പൊ കിട്ടുന്ന പുതിയ G ആക്സെപ്റ്റ് ചെയ്യുന്നത് L1ന്റെ സ്റ്റാറിനെ ആയിരിക്കും. L1 സ്റ്റാർ എന്ന് പറയുന്നതിനെ ആയിരിക്കും G ആക്സെപ്റ്റ് ചെയ്യുന്നത് അല്ലെ? അതായത് LFG ഈക്വൽ ടു L1 ഓഫ് G1 ന്റെ ഹോൾ സ്റ്റാറിനെ ആയിരിക്കും. മനസ്സിലല്ലേ? L1 ഓഫ് സ്റ്റാറിനെ ആയിരിക്കും. സോ ഈ അപ്പൊ എന്റെ പ്രൊഡക്ഷൻ എഴുതുന്ന ഞാൻ ഇതിപ്പോ വേണ്ട കേട്ടോ. അപ്പൊ പ്രൊഡക്ഷൻ എഴുതാം. അപ്പോൾ എനിക്ക് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ പറയാം, ഇത് എടുക്കുന്നത് എന്താ? ക്ലീൻ ക്ലോഷർ ആണ്. സോ എനിക്ക് ഒരു കോണ്ടസ്റ്റ് ഫ്രീ ലാംഗ്വേജ് കിട്ടിയാൽ, അല്ലെങ്കിൽ എൻ്റെ ഒരു കോണ്ടസ്റ്റ് ഫ്രീ ഗ്രാമർ കിട്ടിയാൽ അതിന്റെ എത്ര കോമ്പിനേഷൻ 0 ഓർ മോർ കോമ്പിനേഷൻ ഉള്ള ഒരു ലാംഗ്വേജ് ഉണ്ടാക്കാൻ പറ്റും, അതും ഒരു കോണ്ടസ്റ്റ് ഫ്രീ ഗ്രാമർ. സോ ഞാൻ പറയുന്നത് എന്താ? എൻ്റെ കോണ്ടസ്റ്റ് ഫ്രീ ഗ്രാമർ ഈസ് കോണ്ടസ്റ്റ് ഫ്രീ ലാംഗ്വേജ് ഈസ് ക്ലോസ്ഡ് അണ്ടർ ക്ലീൻ ക്ലോഷർ. ശരിയല്ലേ? സോ അത്രയും കാര്യങ്ങളാണ് നമ്മുടെ ക്ലീൻ ക്ലോഷറിൽ വരുന്നത്. ഇനി നമ്മൾ പറയുന്നത് ശ്രദ്ധിച്ചോ. നമ്മൾ പറയുന്നത് ഇതാണ്. എന്താ പറയുക? ഹോമോമോർഫിസവും ഇൻവേഴ്സ് ഹോമോമോർഫിസവും. അപ്പൊ നമുക്ക് ആദ്യം ഹോമോമോർഫിസം പറയാം കേട്ടോ. ഞാൻ കൺകാറ്റനേഷനിലേക്കും ഇതിലേക്കും ഇപ്പൊ പോകുന്നില്ല. അത് വളരെ എളുപ്പത്തിലുള്ളത് ആദ്യം പറഞ്ഞ അവസാനിപ്പിക്കുക. ശ്രദ്ധിച്ചോ. ഇനി ഞാൻ പറയുന്നത് ഹോമോമോർഫിസം ആണ്. ശ്രദ്ധിച്ചോ കേട്ടോ. ഹോമോമോർഫിസം ആണ് പറയുന്നത്. എന്താണ് ഹോമോമോർഫിസം? അത് നിങ്ങളുടെ അടുത്ത് ഓൾറെഡി ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്. ഹോമോമോർഫിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ ആ ലാംഗ്വേജിന്റെ ഒരു സിമ്പിളിന് പകരം വേറെ ഏതെങ്കിലും ഒരു സെറ്റ് ഓഫ് സിമ്പിൾസ് യൂസ് ചെയ്ത് അതിനെ റീപ്ലേസ് ചെയ്തതിന്റെ മൊത്തം സ്വഭാവം മാറ്റുന്നതിനാണ് നമ്മൾ ഹോമോമോർഫിസം എന്ന് പറയുന്നത്. H ഫംഗ്ഷൻ അല്ലേ? H ആണ് നമ്മൾ യൂസ് ചെയ്തത്. H ഓഫ് അല്ലെ? ഒരു പെർട്ടിക്കുലർ ലാംഗ്വേജിന്റെ H ഓഫ് ഫംഗ്ഷൻ, അതിനെയാണ് നമ്മൾ എന്ത് പറയാ? H ഓഫ് L കോണ്ടസ്റ്റ് ഫ്രീ ആണെങ്കിൽ H ഓഫ് Lഉം കോണ്ടസ്റ്റ് ഫ്രീ ആയിരിക്കും എന്നാണ് നമ്മൾക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് പറയാണ്, കോണ്ടസ്റ്റ് ഫ്രീ ലാംഗ്വേജസ് ആർ ക്ലോസ്ഡ് അണ്ടർ ഹോമോമോർഫിസം. കേട്ടോ, ഇത് കോണ്ടസ്റ്റ് ഫ്രീ ക്ലോസ്ഡ് ആണ്. ഹോമോമോർഫിസം
മോർഫിസം. ഇനി നിങ്ങൾ പിക്ചറൈസ് ചെയ്യാം. ശ്രദ്ധിക്കുക, നിങ്ങളുടെ കയ്യിൽ ഒരു ഗ്രാമർ ഉണ്ട്, G1 ആണ്, അത് കോണ്ടസ്ട്രി ആണ്. അത് ഏത് കോണ്ടസ്ട്രി ലാംഗ്വേജിന്റെ? L1 എന്ന് പറയുന്ന കോണ്ടസ്ട്രി ലാംഗ്വേജിന്റെ ആണ്. അതായത് L1 ഈക്വൽ ടു L1 ഓഫ് G1 ആണ്. ഇനി ഞാൻ പറയുന്നു, എനിക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും എങ്ങനെ? ഒരു കോണ്ടസ്ട്രി ഗ്രാമർ. റെഡി? ഒരു കോണ്ടസ്ട്രി ഗ്രാമർ എനിക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഏതിൽ നിന്ന്? NTPS ൽ നിന്ന്, G1 ൽ നിന്ന് എനിക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അത് എങ്ങനെയായിരിക്കും? അതിന്റെ ഇത് ഹോമോമോർഫിക് ആയിരിക്കും. അതായത് പ്രത്യേകിച്ച് ഒരു മാറ്റവും വരില്ല. ഏതിന്? എന്റെ n എന്ന് പറയുന്നതിന് ഇതുപോലെ തന്നെ n ഈക്വൽ ടു N1 യൂണിയൻ S. ഒരു സ്റ്റാർട്ട് സിമ്പിൾ മാത്രമേ ചിലപ്പോൾ ഒരു പക്ഷേ എന്ത് വന്നേക്കാം? അധികം വന്നേക്കാം. റെഡി? ടിക്ക് എന്ത് വ്യത്യാസമാണ് വരിക? ടി എന്ന് പറയുന്നത് എന്ത് വ്യത്യാസമാണ് ടിക്ക് വരിക? ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം. ടി ആണ് നമ്മുടെ ടെർമിനൽ സിമ്പിൾ. ടെർമിനൽ സിമ്പിളിൽ A ഉണ്ട്. അതിന് പകരം ഇവിടെ ഉണ്ടാവുന്ന എന്തായിരിക്കും? അതിന്റെ മറ്റേ നമ്മുടെ പഴയ ടെർമിനലിന്റെ ഹോമോമോർഫിക് ഫംഗ്ഷൻ ആയിരിക്കും. അപ്പൊ ഞാൻ എന്ത് എഴുതും? H ഈക്വൽ ടു H ഓഫ് T1 എന്ന് പറയും. ശരിയല്ലേ? അപ്പൊ ടെർമിനൽ സിമ്പിളിൽ എന്ത് വ്യത്യാസമാണ് വരിക? ടെർമിനൽ സിമ്പിളിൽ ആകെ വ്യത്യാസം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിന്റെ ഇതാണ്. ഓക്കെ, ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, പ്രൊഡക്ഷൻസിൽ എന്ത് വ്യത്യാസമാണ് വരിക? പ്രൊഡക്ഷൻസിൽ വരുന്ന വ്യത്യാസങ്ങൾ നിങ്ങൾ ആലോചിച്ചാൽ മതി. പ്രൊഡക്ഷൻസിൽ ഇപ്പോൾ പ്രൊഡക്ഷന്റെ കാര്യം നമ്മൾ മൊത്തം മാറ്റാം. പ്രൊഡക്ഷൻസിൽ എന്ത് വ്യത്യാസമാണ് വരിക? പ്രൊഡക്ഷൻസിൽ വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് പിയെ പറ്റി പറയുമ്പോൾ ഓൾ terminal symbols in production will be replaced by its homomorphic അതിന്റെ ഹോമോമോർഫിക് ഫംഗ്ഷൻസ് വെച്ചിട്ട് ഹോമോമോർഫിക് ഫംഗ്ഷൻ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും. എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം, അവിടെ ശ്രദ്ധിച്ചോ. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഞാൻ എഴുതുക കേട്ടോ. S gives AB, നമ്മുടെ ഏറ്റവും കണ്ടേക്കണതല്ലേ AB, BA, A gives say AA and A, B gives BB/B. ഇതെന്തായാലും നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് നമുക്ക് അറിയുന്ന ഒരു സാധനമാണ്. ശരിയല്ലേ? അപ്പൊ ABB വിട്ടേക്ക്, ഒരെണ്ണം മതി. അതെ, നമ്പർ ഓഫ് എയും വിത്ത് നമ്പർ ഓഫ് ബീസും. ശരിയല്ലേ? ഇത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നത് നമുക്കറിയാം. റെഡി? അപ്പൊ ഈ പറഞ്ഞ സാധനം സെറ്റ് ഓഫ് നമ്പർ ഓഫ് എസ് കഴിഞ്ഞിട്ട് നമ്പർ ഓഫ് ബി എന്ന് വരുമെന്നും ഇത് കോണ്ടസ്ട്രി ലാംഗ്വേജ് ആണെന്നൊക്കെ നമുക്കറിയാം. ഇതില് ഞാൻ നിങ്ങളോട് പറഞ്ഞ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹോമോമോർഫിക് ഫംഗ്ഷൻ, ഫോർ എക്സാമ്പിൾ എന്റെ T1 എന്ന് പറയുന്നത്, ശ്രദ്ധിച്ചോ കേട്ടോ, അവിടെയാണ് നിങ്ങൾ കളി ഇരിക്കുന്നത്. എന്റെ T1 എന്ന് പറയുന്നത് സേ T1 എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഓൾറെഡി ഉണ്ടാക്കിയേക്കാം. T1 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഉറപ്പായും എന്താണ്? A, B ആണ്. ശരിയല്ല? അതിന് മാറ്റമൊന്നുമില്ല. ശരി, ഞാൻ ഉണ്ടാക്കുന്ന എന്റെ ഹോമോമോർഫിക് ഫംഗ്ഷൻ, അതായത് ടി എന്ന് പറയുന്നത് H ഓഫ് T1 ആണ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, H ഓഫ് T1 ആണ്. അതെന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ബ്രാക്കറ്റിൽ എഴുതി വയ്ക്കാം. A replaced by എക്ക് പകരം A is replaced by ഇവിടെ A കാണുന്നു, ദാറ്റ് ഈസ് റീപ്ലേസ്ഡ് ബൈ സം ഏതെങ്കിലും ഒരെണ്ണം. അപ്പോൾ സേ 0 0 0. ശരി, പിന്നെ B, അതേപോലെ B replaced by say 1 1 1.
ഇങ്ങനെയാണ് എൻ്റെ ഹോമോമോർഫിക് ഫംഗ്ഷൻ എന്നിരിക്കട്ടെ. എൻ്റെ ഗ്രാമറിന് എന്ത് ചേഞ്ചാണ് വരുന്നത്? നോൺ ടെർമിനലിൽ ഒരു ചേഞ്ചും വരില്ല. നോൺ ടെർമിനലിൽ ഞാൻ ഒരു ചേഞ്ചും വരുത്തണ്ട. പകരം എൻ്റെ ഈ എക്ക് പകരം എന്താവും? 0 0 0 ആവും. ഈ എക്ക് പകരം എന്താവും? ഇതും 0 0 0 ആവും. ഈ ബിക്ക് പകരം എന്താവും? 1 1 1 ആവും. ഈ ബിക്ക് പകരം എന്താവും? അതും 1 1 1. ഇത്ര മാത്രമേ ചേഞ്ച് വരുള്ളൂ. പക്ഷെ ഇതും എന്ത് തന്നെ ആയിരിക്കും? ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രിങ്ങൾ ഇതും ജനറേറ്റ് ചെയ്യില്ലേ? സോ ദിസ് ഈസ് ആൾസോ എ കോണ്ടസ്റ്റ് ഫ്രീ ലാംഗ്വേജ്. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മൾ ഇവിടെ N1 യൂണിയൻ എസ് എഴുതിയത് പോലും നമ്മൾ എന്ത് ചെയ്യണ്ട? എഴുതണ്ട. മനസ്സിലായോ? പ്രൊഡക്ഷൻസിൽ എന്ത് അഡീഷൻ മാത്രമേ വരുള്ളൂ? ആ ടെർമിനൽ സിമ്പിൾസിനെ ഹോമോമോർഫിക് ഫംഗ്ഷൻ വെച്ച് റീപ്ലേസ് ചെയ്യും. ബട്ട് ദാറ്റ് ആൾസോ ജനറേറ്റ് എ ഗ്രാമർ, ദാറ്റ് ആൾസോ ജനറേറ്റ് എ ലാംഗ്വേജ്. ശരി. അപ്പൊ ജി ആക്സെപ്റ്റ് ചെയ്യുന്നത് ഏതിനെ ആയിരിക്കും? എച്ച് ഓഫ് L1 ജി ആക്സെപ്റ്റ് ചെയ്യും. ശരിയല്ലേ? ശരിയല്ലേ? അതായത് L ഓഫ് ജി ഈസ് ഈക്വൽ ടു എച്ച് ഓഫ് L of 1. മനസ്സിലായില്ലേ? എച്ച് ഓഫ് L of G1. L of G1നെ L1 of G1നെ ഹോമോമോർഫിക് ചെയ്ത് കിട്ടുന്നതാണ് G. അതാണ് ഞാൻ പറയുന്നത്. എന്ത്? ഹോമോമോർഫിസം ഈസ് ആൾസോ ക്ലോസ്ഡ് അണ്ടർ കൺകാറ്റനേഷൻ. ശരി. ഇനി ഇൻവേഴ്സ് ഹോമോമോർഫിസം ആകുമ്പോൾ ഇതിന്റെ നേരെ ഉൾട്ടയാണ്. ഇൻവേഴ്സ് ഹോമോമോർഫിസം എന്താ പറയുന്നത്? ഹോമോമോർഫിസം പറഞ്ഞാൽ ഇൻവേഴ്സ് ഹോമോമോർഫിസം പറയാൻ വളരെ എളുപ്പമല്ലേ? ഇൻവേഴ്സ് ഹോമോമോർഫിസം പറയുന്നത്, ഞാൻ ഇതിന്റെ പേരങ്ങ് മാറ്റുന്നു. ഇൻവേഴ്സ് ഹോമോമോർഫിസം പറയുന്ന സമയത്ത് ഞാൻ പറയുന്നത് G1 ഈക്വൽ ടു ഇതാണ്. വി ക്യാൻ കൺസ്ട്രക്ട് എ G സച്ച് ഓഫ്, ഇതിന് ഞാൻ പറയുന്നത് എച്ച് ഇൻവേഴ്സ്. എച്ചിന് ഈ സഫിക്സ് എഴുതാൻ പറ്റാത്തതുകൊണ്ട് ഞാനൊരു HI എന്ന് പറയാം. HI ഓഫ് T1. T ആയിരിക്കും കിട്ടുന്നത്. ഏതോ ഒരു സമയത്ത് ഹോമോമോർഫിക് ഫംഗ്ഷൻ ആക്കിയതിനെ തിരിച്ച് ഫംഗ്ഷൻ ആക്കുവാണ്. ശരിയല്ലേ? അപ്പൊ ഞാൻ പറയാം എന്റെ കയ്യിലുണ്ട് എന്താ, ഇതാണ് എന്റെ കയ്യിലുള്ളതെന്ന് വിചാരിക്കും. എപ്പോഴോ ഒരിക്കൽ ഒരു എക്ക് ഇതാണ് എന്റെ ഹോമോമോർഫിക് ഫംഗ്ഷൻ. A is replaced by 0 0 0യും B is replaced by 1 1 1 ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇൻവേഴ്സ് ഹോമോമോർഫിസം എന്തായിരിക്കും ഇൻവേഴ്സ് ഹോമോമോർഫിസം? ശ്രദ്ധിച്ചോ. എന്റെ HI T1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഈ നേരത്തെ റീപ്ലേസ്, അതായത് 1 1 1 0 0 0 ഈസ് റീപ്ലേസ്ഡ് ബൈ, ശരിയല്ലേ? നേരത്തെ ചെയ്തതിന്റെ ഓപ്പോസിറ്റ് അല്ലേ ഇവിടെ വരിക? റീപ്ലേസ്ഡ് ബൈ എ. ഇനി ബൈ എ വേണ്ട, എന്നെ വേറെ ഏതിന്റെ ഒന്നിലാണെന്ന് വിചാരിക്കാം, നമുക്കറിയില്ല. ഈസ് റീപ്ലേസ്ഡ് ബൈ സം സി ആൻഡ് 1 1 1 is replaced by some other character. എന്താന്ന് നമുക്കറിയില്ല. some other say D. റെഡി? ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഇതെന്തായി മാറും? ഈ 0 0ക്ക് പകരം D ആവും. ഇത് ഏത് വേരിയബിൾ എന്നുള്ളത് ഞാൻ ബോധർ ചെയ്യുന്നില്ല. C ആവും. അത് രണ്ടും C അല്ലേ? ഇത് രണ്ടും D. റെഡി? അപ്പോൾ ഇത് റീപ്ലേസ്ഡ് ബൈ D ആവും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് വരും? T1 എന്ന് പറയുന്നത് എന്താണ്? T1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആദ്യത്തത് അതെന്തായിരുന്നു? അത് 0 0 0യും 1 1 1 ആയിരുന്നു. T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി? അതിനെ റീപ്ലേസ്ഡ് ബൈ സിയും റീപ്ലേസ്ഡ് ബൈ ഡിയും ആയിരിക്കും. ശരിയല്ലേ? അതായത് പണ്ടൊരിക്കൽ ഹോമോമോർഫിസം ചെയ്തതിനെ മാറ്റി. ആൾ ടെർമിനൽ സിമ്പിൾ പ്രൊഡക്ഷൻ വിൽ ബി റീപ്ലേസ്ഡ് ബൈ ഇറ്റ്സ് ഇൻവേഴ്സ് ഹോമോമോർഫിക് ഫംഗ്ഷൻ. അതല്ലേ നടക്കുന്നത്? ഇൻവേഴ്സ് ഹോമോമോർഫിക് ഫംഗ്ഷൻ നേരത്തെ പറഞ്ഞതിന്റെ നേരെ ഉൾട്ട. അതായത് അപ്പം ഇതിന്റെ ഹോമോമോർഫിക് ഫംഗ്ഷൻ കോണ്ടസ്റ്റ് ഫ്രീ ലാംഗ്വേജ് ആണെങ്കിൽ അതിന്റെ ഇൻവേഴ്സ് ഹോമോമോർഫിക് ഫംഗ്ഷൻ എന്താണ്? ഹോമോമോർഫിക് ആണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ 4 വരുന്നത്. ഇനി വരുന്നത് ശ്രദ്ധിച്ചോട്ടെ. അപ്പോൾ ഇതെല്ലാം പറഞ്ഞു, കൺകാറ്റനേഷൻ പറഞ്ഞു, ക്ലെയിം ക്ലോഷർ പറഞ്ഞു, ഹോമോമോർഫിസം പറഞ്ഞു. ഇതിന് നമുക്ക് വേണ്ട. ഇനി വരുന്ന സാധനം ഇന്റർസെക്ഷൻ. ഇനി വരുന്ന 3 ഇതിന്റെ പ്രത്യേകത, ഇത് മൂന്നും എന്തല്ല? ഇത് മൂന്നും ക്ലോസ്ഡ് അണ്ടർ, ഈ കോണ്ടസ്റ്റ് ഫ്രീ ലാംഗ്വേജസ് ആർ നോട്ട് ക്ലോസ്ഡ് അണ്ടർ intersection complement and intersection complement and
intersection complement and intersection complement and ഡിഫറൻസ്, ഈ മൂന്നെണ്ണം ഇതിനകത്തല്ല. അപ്പൊ ആദ്യം നമുക്ക് ഇന്റർസെക്ഷൻ പറയാം. ശരി, ഇന്റർസെക്ഷൻ പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോടൊരു പ്രോബ്ലം ചോദിക്കാം കേട്ടോ. ഒരു പ്രോബ്ലം പറയാം. അതായത് എൻ്റെ കയ്യിലൊരു ലാംഗ്വേജ് ഉണ്ട്, ശ്രദ്ധിച്ചോ കേട്ടോ. ഇതിൻ്റെ ഇടയിൽ പറയുന്നതാണ് ഇതിന് ഏറ്റവും ഭംഗി. എൻ്റെ കയ്യിലൊരു ലാംഗ്വേജ് ഉണ്ട്, ശ്രദ്ധിച്ചോ. ഈ ലാംഗ്വേജിന്റെ പ്രത്യേകത ശ്രദ്ധിക്കുക. എയുടെ എണ്ണം a⁻m ഇത് മേലെ എഴുതാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതുന്നത് കേട്ടോ. അവിടെ എഴുതാൻ പറ്റും. a⁻m അപ്പൊ നമുക്ക് അപ്പൊ എൻ്റെ പ്രോബ്ലം ഇതാണ്. എൻ്റെ കയ്യിലൊരു ലാംഗ്വേജ് ഉണ്ട് a⁻m പിന്നെ b⁻n c⁻m. അതായത് എയുടെയും ബിയുടെയും എനിക്ക് എഴുതാൻ എങ്ങനെ പറ്റുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇതാണ് a⁻m b⁻n c⁻m. റെഡി? ഈ പറയുന്ന സാധനം വേർ m, n ഗ്രേറ്റർ ദാൻ 0. ഇങ്ങനെ ഒരു ലാംഗ്വേജ് ഉണ്ട്. ഇതൊരു കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് ആണ്. ഇതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. ഇതൊരു സംശയമൊന്നും വേണ്ട, ഇതൊരു കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് ആണ്. ഇതിനെ നമ്മൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വേണ്ട പുഷ് ഓട്ടോമാറ്റം ഉണ്ടോ? ഇത് ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. എയുടെ എണ്ണം സിയുടെ എണ്ണവും a⁻n b⁻n c⁻m കേട്ടോ. എയുടെ എണ്ണവും സിയുടെ എണ്ണവും സെയിം. ബിയുടെ എണ്ണം എന്ത് വേണേലാവട്ടെ, ഏതോ ഒരു നമ്പർ. ശരി, ഇതിൽ നിന്ന് ഇത് ചെയ്യത് കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് ആണോ വെച്ച് കഴിഞ്ഞാൽ വേറെ സംശയമൊന്നും ഉണ്ടോ? ഇത് എഴുതാൻ പറ്റിയ ഏറ്റവും നല്ല പരിപാടി എന്താ? എന്നിന്റെ എണ്ണം 0ൽ കൂടുതലുള്ള ഏത് വാല്യൂ ആണെങ്കിലും ആവാം. റെഡി? അപ്പൊ ഇത് എഴുതാൻ പറ്റിയ ഏറ്റവും നല്ല പരിപാടി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇത് ചെയ്യാനുള്ളത് പുഷ് ഓട്ടോമാറ്റം ഉണ്ടോ എന്നുള്ളതാണല്ലോ നമുക്ക് നോക്കുക. നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യം നമ്മൾ വരുന്ന എകളെ മുഴുവൻ എവിടേക്ക് പുഷ് ചെയ്യും? സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യും. അപ്പോൾ ഓരോ എ വരുന്നതിനനുസരിച്ച് നമ്മൾ സ്റ്റാക്കിലേക്ക് എന്തെങ്കിലും ഒന്ന് പുഷ് ചെയ്യും. എക്സോ വൈയോ ഇനി ഏതെങ്കിലും എന്തെങ്കിലും പുഷ് ചെയ്യും. ശരി, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? ബിയുടെ എണ്ണം എന്തായാലും എനിക്ക് പ്രശ്നമില്ല. ബിയുടെ എണ്ണം വരുമ്പോൾ ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. സ്റ്റാക്കിന് പ്രത്യേകിച്ച് ഒരു ചേഞ്ചും ചെയ്യത്തില്ല. അത് അങ്ങനെ വന്നു പോട്ടെ. അപ്പൊ നമ്മൾ അപ്പൊ നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്. നമ്മൾ എഴുതുന്നത് ഫസ്റ്റ് Q0യിൽ ഒരു എ വന്നാൽ ഞാൻ എന്ത് ചെയ്യും? Q0യിൽ എ വന്നു കഴിഞ്ഞാൽ ഞാൻ ഉടനെ ഒരു എക്സിനെയോ അല്ലെങ്കിൽ വേണ്ട എനെ തന്നെ ഞാൻ എന്ത് ചെയ്തു? പുഷ് ചെയ്തു. റെഡി? ഇനി അടുത്ത കേസ് Q0യിൽ ആ സ്റ്റേറ്റ് ഞാനപ്പോൾ എന്തിലേക്ക് മാറ്റിയിട്ടുണ്ട്? ഒരു എ വന്ന ഉടനെ Q1ലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി എത്ര എ വന്നു കഴിഞ്ഞാലും Q1ൽ എ വന്നു കഴിഞ്ഞാൽ Q1ൽ എത്ര എ വന്നു കഴിഞ്ഞാലും ഞാൻ അതിനെ മുഴുവൻ എന്താ ചെയ്യുന്നത്? ഞാൻ പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ശരി, അങ്ങനെ കുറച്ച് കഴിഞ്ഞ സമയത്ത് എന്ത് വന്നു? Q1ൽ ഇത് Q1 ആട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ Q1ൽ ബി വന്നു. അപ്പൊ സ്റ്റാക്കിൽ നേരത്തെ കിടന്ന എ ഇരിപ്പുണ്ട്. ശരി, പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. ഞാൻ സ്റ്റേറ്റിനെ പോലും മാറ്റുന്നില്ല. ഞാൻ എന്ത് ചെയ്തു? അതേ സ്റ്റേറ്റ് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. സ്റ്റാക്കിനെ വല്ലതും ചെയ്യുന്നുണ്ടോ? സ്റ്റാക്കിനെ ഒന്നും ചെയ്യുന്നില്ല. ഐ വിൽ വെയിറ്റ്. റെഡി? ഞാൻ ഒന്നും ചെയ്യാതെ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പൊ ഇനി വരുന്ന ഏത് എ ബി ഉള്ളപ്പോ സ്റ്റാക്കിൽ എ ഉള്ളപ്പോ ബി വന്നാലും ഇറ്റ് വിൽ റിമൈൻ ഇൻ ദ സ്റ്റേറ്റ്. അങ്ങനെ പോയി കുറച്ച് കഴിഞ്ഞപ്പോ Q1ൽ ദേ കിടക്കുന്നു സി വന്നു. അപ്പോഴും നേരത്തെ നമ്മുടെ സ്റ്റാക്കിന്റെ ടോപ്പായ എ അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങോട്ട് പോയി? Q2ലേക്ക് പോയി.
എന്നിട്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്തു, എൻ്റെ സ്റ്റാക്കിലുള്ള ഒരു എ, കാരണം നമുക്ക് എയുടെ എണ്ണവും സിയുടെ എണ്ണവും സെയിം ആ, ശരിയല്ലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരെണ്ണത്തിനെ പോപ്പ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എപ്സിലോൺ ഇട്ടതിനെ അപ്പം Q2നെ എപ്സിലോൺ വെച്ച് അതിനെ പോപ്പ് ചെയ്യുന്നു. ഇനി തീർന്നില്ല, ഇനി ഈ Q2വിൽ ഇനി എന്തെല്ലാം വന്നുകൊണ്ടിരുന്നാലും ഞാൻ എന്ത് തന്നെ ചെയ്യാൻ പോകുന്നത്, വൺസ് ഞാൻ Q2ലേക്ക് വന്ന് ഇനി എത്ര പ്രാവശ്യം ഇത് വന്നു കഴിഞ്ഞാലും ഇത് ഞാനിപ്പോ സ്റ്റേറ്റ് മാറേണ്ട കാര്യമില്ല, ഞാൻ Q1 തന്നെ റിമൈൻഡ് ചെയ്താൽ മതി. സ്റ്റാക്കിൽ സി ഉള്ളിടത്തോളം കാലം ഞാൻ എന്ത് ചെയ്തോണ്ടിരിക്കുക, ഓരോന്നോരോന്ന് Q1 പോപ്പ് ചെയ്തോണ്ടിരിക്കുക. ശരി അല്ലെ? അതായത് ഇതിനു വേണ്ടി ഞാൻ സ്റ്റേറ്റ് മാറേണ്ട കാര്യമില്ല. ഒരെണ്ണത്തിനെ പോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വരുന്നത് സി ആയിരിക്കും, സ്റ്റാക്കിലുള്ളത് എ തന്നെ ആയിരിക്കും, വീണ്ടും അതിനെ പോപ്പ് ചെയ്തോണ്ടിരിക്കാം. അങ്ങനെ വന്ന് കുറെ കഴിയുന്ന സമയത്ത് എന്റെ ഇൻപുട്ട് തീരുവാണ്. അപ്പൊ സ്റ്റാക്ക് എന്തായിട്ടുണ്ടാവും, രണ്ടും സെയിം എണ്ണം ആണെങ്കിൽ, രണ്ടിന്റെ എണ്ണം എം ആന്നല്ലേ ഞാൻ പറഞ്ഞത്, രണ്ടും സെയിം എണ്ണം ആണെങ്കിൽ സ്റ്റാക്ക് തീരുമ്പോ ശ്രദ്ധിച്ചോട്ടോ, സ്റ്റാക്ക് തീരുന്ന സമയത്ത് Q1 സ്റ്റാക്ക് ഇവിടെ തീർന്നു. സോറി, എൻ്റെ സ്റ്റാക്ക് അല്ല, എൻ്റെ ഇൻപുട്ട് തീർന്നു. ഇൻപുട്ട് തീരുമ്പോൾ എൻ്റെ കയ്യിൽ ഓട്ടോമാറ്റിക്കലി കൃത്യമെണ്ണം സെയിം നമ്പർ ഓഫ് എസും സീസും ആണുള്ളതെങ്കിൽ ഓരോ സിക്കും ഒരു എ വെച്ച് പോപ്പ് ആവുക. അപ്പൊ കൃത്യമായി ഇത് തീരുന്ന സമയത്ത് ഡോളർ ആണെങ്കിൽ ഞാൻ എങ്ങോട്ട് പോകും, ഞാൻ എൻ്റെ ഫൈനൽ സ്റ്റേറ്റ് ആയി Q2ലേക്ക് പോകും, വിത്ത് റീപ്ലേസ് ഒന്നും ചെയ്യാതെ Q2ലേക്ക് പോകും. സോ ഈ പറഞ്ഞ സാധനമാണ് ഈ പറയുന്ന ലാംഗ്വേജിന്റെ. ഇതിന് നിങ്ങൾ ശ്രദ്ധിക്കുക, എയുടെ എണ്ണം എം, സിയുടെ എണ്ണം എം ആണെങ്കിൽ നമുക്ക് ഇത് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കലി എനിക്ക് മനസ്സിലാവും എന്ത്, എൽ എന്ന് പറയുന്ന ലാംഗ്വേജിനകത്ത് പോസിബിൾ ആയിട്ടുള്ള സ്ട്രിങ്ങുകളെയൊക്കെ ഇപ്പൊ നോക്കിക്കേ. ഒന്ന് എ ബി സി സി പോസിബിൾ അല്ലേ? പോസിബിൾ ആണ്. എ ബി സി അത് പോസിബിൾ ആണല്ലോ, പോസിബിൾ ആണ്. റെഡി? എ ബി ബി സി സി അത് പോസിബിൾ ആണല്ലോ, ആണ്. എ ബി ബി സി സി, ഞാൻ ബിയുടെ എണ്ണത്തിന് മൈൻഡ് ചെയ്യുന്നില്ല, എയുടെ എണ്ണവും സിയുടെ എണ്ണവും സെയിം ആണോ? അടുത്തത് എ ബി 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 സി സി സി, ശരിയല്ലേ? ആണ്. പിന്നെ എ ബി സി സി സി. സോ ഇങ്ങനെയുള്ള എല്ലാ സ്ട്രിങ്ങുകളും ഈ ലാംഗ്വേജിൽ വരും. ആദ്യത്തെ എല്ലാ സ്ട്രിങ്ങുകളെയും നമ്മൾ എന്ത് ചെയ്യും, ഇതെടുക്കും. അടുത്ത എല്ലാ സ്ട്രിങ്ങുകളെയും നമ്മൾ എന്ത് ചെയ്യും, അടുത്തത്തെ എല്ലാ സ്ട്രിങ്ങുകളെയും സ്റ്റാക്കിൽ, ആദ്യത്തെ എകളെല്ലാം സ്റ്റാക്കിൽ പുഷ് ചെയ്യും. ബി വരുമ്പോൾ മൈൻഡ് ചെയ്യില്ല, എന്ത് വേണേലും വന്നോട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ ചുമ്മാ ഇരിക്കും. സി വന്ന് വരുന്നതിനനുസരിച്ച് ഓരോ സിക്ക് അനുസരിച്ച് നമ്മൾ പോപ്പ് ചെയ്യും, വിൽ ഗെറ്റ്. ഇനി നമുക്ക് വേറൊരു ലാംഗ്വേജ് പറയാം. ഈ ലാംഗ്വേജിന്റെ കാര്യം തീരുമാനമായല്ലോ, അതിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു ലാംഗ്വേജ് പറയാം. ആ ലാംഗ്വേജിനെ ഞാൻ ഇത് ഞാനപ്പോൾ നമ്മുടെ L1 ആവട്ടെ കേട്ടോ. ഇത് L1. ഇനി ഞാനൊരു വേറൊരു ലാംഗ്വേജ് പറയാം, ശ്രദ്ധിച്ചോ. ഇത് L2 ആണ്, ശ്രദ്ധിച്ചോ കേട്ടോ. ഈ പറയുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് L2 ആണ്. ഇതിനകത്ത് ഞാൻ ചെറിയൊരു വ്യത്യാസം വരുത്തുന്നുണ്ട്. A raised to m, B raised to m, C raised to m, ഇങ്ങനെ C raised to n. അതായത് എൻ്റെ എനിക്ക് എം എന്നൊക്കെ മേലെ കിടക്കണ്ട കേട്ടോ. A raised to m, B raised to n, C raised to m such that m and n are greater than 0. ഇതെന്താ, ഇത് ഓട്ടോമാറ്റിക്കാ. ഇതും ഏകദേശം ഇതുപോലെ തന്നെയുള്ള വേറൊരു പുഷൻ ഓട്ടോമാറ്റിക്കാ. അപ്പൊ എന്ത് വരും, ഞാൻ അപ്പൊ ആക്ച്വലി ഞാൻ പറയാം, ഞാനിപ്പോ ഇതിന്റെ ഓരോരോ ഇത് വെച്ച് കോപ്പി ചെയ്യാം. ആദ്യം കിട്ടുന്ന ഏകളെ മുഴുവൻ ഞാൻ എന്ത് ചെയ്യും, ഞാൻ എടുത്ത് പുഷ് ചെയ്യും, ശരിയല്ലേ? ആദ്യം കിട്ടുന്ന ഏകളെ മുഴുവൻ ഞാൻ എടുത്ത് പുഷ് ചെയ്യും, ശരി. അടുത്തത് ഈ എ വന്നു കഴിഞ്ഞാലും അടുത്തത് ഞാൻ എന്ത് ചെയ്യുന്നു, അതുപോലെ തന്നെ അടുത്ത എ ഇനി വരുന്ന എല്ലാ എകളെയും ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, പുഷ് ചെയ്യുന്നു. അതിനാണ് ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്. ശരി, ഇനി ഞാൻ എന്ത് ചെയ്യും, ഒരു ബി വന്നു കഴിഞ്ഞാൽ ഓരോരോ ബിക്കും എയുടെ എണ്ണവും ബിയുടെ എണ്ണവും സെയിം ആവണമെന്നേ ഇവിടെ പറയുന്നുള്ളൂ. സിയുടെ എണ്ണം എന്താണെന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ബി വന്നു കഴിഞ്ഞാൽ, ശ്രദ്ധിച്ചോ കേട്ടോ, ഒരു ബി വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്തു തുടങ്ങും, ഐ വിൽ സ്റ്റാർട്ട് പോപ്പിംഗ്. ശ്രദ്ധിച്ചോ, ഒരു ബി വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, പോപ്പ് ചെയ്യും.
റെഡി? തീർന്നില്ല. അതായത് ഒരു സ്റ്റാക്കിൽ ഒരു എ വന്നു, സ്റ്റാക്കിൽ ഒരു ബിയും, അല്ല ഒരു ഇൻപുട്ട് ബിയും സ്റ്റാക്കിൽ എയും വന്നാൽ ഞാൻ എന്ത് ചെയ്യും? പോപ്പ് ചെയ്യും. ഇനി വരുന്ന ഓരോന്നിനും ഇത് എത്ര പ്രാവശ്യം ബി വരുന്നോ അത്ര പ്രാവശ്യം എ മുഴുവൻ തീർന്ന് ബി വന്ന ഒക്കെ പോപ്പ് ചെയ്യും. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സ്റ്റാക്കിനകത്ത് സി വരും. ശരിയല്ലേ? സ്റ്റാക്കിനകത്ത് സി വരും. സ്റ്റാക്കിനകത്ത് സി വരില്ല, ഇൻപുട്ട് ഏത് വരും? സി വരും. Q1ൽ സി വരും. പക്ഷെ അപ്പോ സ്റ്റാക്കിൽ എന്തായിരിക്കും? അപ്പൊ എന്റെ എകളും ബിയും സെയിം ആണെങ്കിൽ എല്ലാ ഇൻപുട്ടും തീർന്ന് സ്റ്റാക്കിൽ അടുത്ത, അപ്പൊ ഇതിപ്പോ എ ഒരു 5 എണ്ണം കഴിഞ്ഞു, ബിയും ഒരു 5 എണ്ണം കഴിയുമ്പോൾ എല്ലാം പോപ്പ് ചെയ്ത് ഡോളർ ആയിരിക്കും. അപ്പൊ അടുത്ത സി വരുമ്പോൾ സ്റ്റാക്കിൽ ഉണ്ടാവുന്ന ആരായിരിക്കും? ഡോളർ ആയിരിക്കും. അങ്ങനെ ആവുന്ന സമയത്ത് എനിക്ക് എങ്ങോട്ട് പോവാം? ഞാൻ എന്റെ Q2ലേക്ക് പോകുന്നു, റീപ്ലേസിംഗ് വിത്ത് ദ സെയിം ഡോളർ. സോ ഇതാണ് എന്തിനുള്ളത്? A⁻m B⁻m. ഇതും എന്ത് തന്നെയാണ്? ഒരു കോണ്ടസ്റ്റ് ലാംഗ്വേജ് ആണ്. ഞാനിപ്പോ അതിന്റെ L2 നമുക്കൊന്ന് എഴുതി നോക്കാം. L2നകത്ത് ഏതെല്ലാം സ്ട്രിങ്ങുകളാണ് വരിക? നിങ്ങൾ നോക്കിയേ. A⁻m B⁻m C⁻m. A B C വരാലോ. അടുത്തത് AA BB C വരാലോ. AAA BBB CC. ശരിയല്ലേ? AA BB CC, AAA BBB CCC. ശരിയാണോ? AAA BBB CCCCC. ഇങ്ങനെ ഏത് സ്ട്രിങ്, ഐ എം നോട്ട് കൗണ്ടിങ് ദ സീസ്, ഐ എം ഓൺലി കൗണ്ടിങ് ദ നമ്പർ ഓഫ് എസ് ആൻഡ് ബീസ്. ശരിയല്ലേ? L1 L2. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഒരു ക്വസ്റ്റ്യൻ. എന്താണ് L1ന്റെയും L2ന്റെയും ഇന്റർസെക്ഷൻ? ഇതിന് രണ്ടിനും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ്. L1 ഇന്റർസെക്ഷൻ L2. എന്തായിരിക്കും L1 ഇന്റർസെക്ഷൻ L2 എന്ന് പറഞ്ഞാൽ? ഇതിൽ രണ്ടും കൂടി കോമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? ഒരു കാര്യം ഞാൻ പറയാം, ഇതിൽ രണ്ടിലും കോമൺ ആവണമെങ്കിൽ എയുടെ എണ്ണവും ബിയുടെ എണ്ണവും സിയുടെ എണ്ണവും സെയിം ആയിരിക്കണം. ശരിയല്ലേ? അങ്ങനെയുള്ള സ്ട്രിങ്ങുകൾ മാത്രമേ ഇതിൽ ഉണ്ട്. കാരണം ഇതിൽ ആദ്യത്തെയും അവസാനത്തെയും കോമൺ, ഇതിൽ ആദ്യത്തെയും രണ്ടാമത്തെയും സെയിം. ഇത് രണ്ടും സെയിം ആവണമെങ്കിൽ എനിക്ക് എന്തൊക്കെ പറ്റൂ? ഒന്നുകിൽ എ ബി പറ്റും, ഒന്നുകിൽ എ ബി അല്ല എ ബി സി പറ്റും, അല്ലെങ്കിൽ എ ബി ബി സി സി പറ്റും, അല്ലെങ്കിൽ എ ബി 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 സി 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 പറ്റും, അല്ലെങ്കിൽ 1 2 3 4 എ 2 3 4 ബി 4 സി ഇത് പറ്റും. ഇങ്ങനെയുള്ള സ്ട്രിങ്ങുകൾ മാത്രമേ ഇതിന്റെ ഇന്റർസെക്ഷനിൽ വരൂ. ശരിയല്ലേ? അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഞാൻ സ്ട്രിങ്ങിന്റെ ഇതിന്റെ ഫോർമാറ്റ് ഞാനൊരു L എഴുതുകയാണെ, L എഴുതുക, ഇങ്ങനെ എഴുതുക. L എഴുതുകയാണെങ്കിൽ ഈ Lനെ എനിക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? L ഈക്വൽ ടു A⁻m പിന്നെ B⁻m C⁻m വിത്ത് m ഗ്രേറ്റർ ദാൻ 0. ഈ ഒരു സ്ട്രിങ് ഈ ഒരു ലാംഗ്വേജ് ആണ് ഞാനിപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് ഇന്റർസെക്ഷൻ ആയിട്ട്. പക്ഷേ നമുക്ക് ഇതിനെ പുഷ് ഡൗൺ ഓട്ടോമാറ്റ് വരയ്ക്കാൻ പറ്റില്ല. അതിന്റെ കാരണം എന്താ നിങ്ങൾ ആലോചിച്ചേ? എങ്ങനെയാ ഇതിന് പുഷ് ഡൗൺ ഓട്ടോമാറ്റ് വരയ്ക്കുക? ഞാനിപ്പോ ഒരു സ്റ്റാക്കിനകത്തേക്ക് m നമ്പർ ഓഫ് എസിനെ പുഷ് ചെയ്തു, ബി വന്നപ്പോൾ എമ്മിനൊക്കെ പോപ്പും ചെയ്തു. ശരി, ഇനി സി വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരു വഴിയില്ല. എന്ത്? സി വന്നു കഴിഞ്ഞാൽ എനിക്ക് യാതൊരു വഴിയില്ല അത് എത്ര എണ്ണമാണെന്ന് കാണാൻ. ശരിയല്ലേ ഞാൻ പറയുന്നു? ശരിയല്ലേ? അപ്പം എനിക്ക് യാതൊരു നിവൃത്തിയില്ല. സി വന്നു കഴിഞ്ഞാൽ എന്ത്? അത്രയും എണ്ണം എനിക്ക് സാധനം പുറത്തേക്ക് ഇറങ്ങി വന്ന് കൊടുക്കാൻ യാതൊരു വഴിയില്ല. ഒബ്വിയസ്ലി എനിക്ക് എന്ത് പറയാൻ പറ്റില്ല? ഈ 3 എണ്ണത്തിനും ഒരു PDF ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോ L ഈസ് നോട്ട് എ CFL. പക്ഷെ L ഒരു ഇന്റർസെക്ഷൻ ആണ്. L ഒരു കോണ്ടസ്റ്റ് ലാംഗ്വേജ് ആണ്. അതുകൊണ്ട് ഞാൻ പറയും എന്താണ്? ഇന്റർസെക്ഷൻ ഈസ് നോട്ട് സോ ഇന്റർസെക്ഷൻ, അതായത് CFL is not closed under intersection. അങ്ങനെയാണ് നമ്മൾ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഇതിന് പ്രൂഫ് വേണ്ട, പക്ഷെ ഇതിന്റെ ഒരു എക്സാമ്പിൾ വെച്ച് നിങ്ങൾ ഓർത്തിരിക്കണം. അത് എഴുതുമ്പോൾ വളരെ എളുപ്പത്തിൽ തീരും. ഞാനിപ്പോ ഇത്ര പറഞ്ഞത്രയൊന്നും നിങ്ങൾക്ക് വരത്തില്ല. പക്ഷെ നമ്മൾ പ്രൂഫ് എഴുതുമ്പോൾ നമ്മൾ ഇതിങ്ങനെ വളരെ വെടുപ്പായിട്ട് പ്രൂഫായിട്ട് എഴുതി വയ്ക്കാം.
മനസ്സിലായില്ലേ? ഇറ്റ് ഈസ് നോട്ട് ക്ലോസ്ഡ് അണ്ടർ ഇന്റർസെക്ഷൻ. മനസ്സിലായോ? അങ്ങനെയാണ് നമ്മൾ ഇന്റർസെക്ഷൻ അല്ല എന്ന് പറയാം. ഇനി വൺസ് ഇന്റർസെക്ഷൻ അല്ല വെച്ചാൽ ഇനിയിപ്പോൾ ബാക്കിയുള്ള സാധനങ്ങൾ വളരെ എളുപ്പമാണ്. ഞാൻ എന്ത് പറയും, ഇനി കോംപ്ലിമെന്റ് ആണെന്ന് വിചാരിക്കും. അതുകൂടെ പറഞ്ഞ് നമുക്ക് ഇത് തീരും. കോംപ്ലിമെന്റ്. ശരി, ശ്രദ്ധിക്കും. കോംപ്ലിമെന്റിലെ എന്താണ് നമ്മൾ ആദ്യം തന്നെ പറയാണ്, എന്താ? അസ്യൂം. ഇതിന് വേറെ പ്രൂഫ് ഒന്നും വേണ്ട. ആക്ച്വലി CFL അല്ല എന്നുള്ളതിന് നമുക്ക് പ്രൂഫിന്റെ ആവശ്യമില്ല. CFL ആണെങ്കിൽ അല്ല, ക്ലോസ്ഡ് ആണെങ്കിൽ മാത്രം പ്രൂഫ് മതി. എന്നാൽ ഇതിന് ഇരിക്കട്ടെ. അസ്യൂം CFL is closed under say complement. Ready? Now let L1 and L2 are CFL. L1 L2 CFL ആണെങ്കിൽ, ready, L1 dash and L2 dash should be L1 and L2 dash should be CFL. ശരിയല്ലേ? അത് CFL ആയിരിക്കണം. ശരിയല്ലേ? ഇംപ്ലൈസ് പറയുന്നത് കഴിഞ്ഞാൽ ഇംപ്ലൈസ്. അടുത്തത് അങ്ങനെയാണെങ്കിൽ L1 ഡാഷ് യൂണിയന്റെ സിമ്പിൾ ഇവിടെ യു വെച്ചേക്കാം. L1 ഡാഷ് യൂണിയൻ L2 ഡാഷ് ഷുഡ് ബി CFL. കാരണം എന്താ? നമ്മൾ ബ്രാക്കറ്റിൽ എഴുതി വെച്ചു, യൂണിയൻ ഈസ് അല്ല CFL ഈസ് ക്ലോസ്ഡ് അണ്ടർ യൂണിയൻ. നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തേക്കണതാണ്. ശരിയല്ലേ? ശരി. L1 ഡാഷ് അണ്ടർ യൂണിയൻ. അങ്ങനെയാണെങ്കിൽ L1 dash union L2 dash the whole complement should be CFL. കാരണം എന്താ? കോംപ്ലിമെന്റ് നമ്മുടെ ഇത് പറഞ്ഞേക്കുന്നത് അസംഷൻ. ഒരു സാധനം CFL ആണെങ്കിൽ അതിന്റെ കോംപ്ലിമെന്റിലും ഇതാണെന്ന് നമ്മൾ അസംഷൻ, അങ്ങനെയാണ് നമ്മൾ അസ്യൂം ചെയ്തേക്കണം. ശരിയല്ലേ? ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ L1 intersection L2 should be CFL. കാരണം എന്താ? നമ്മുടെ ഡി മോർഗൻസ് ലോ അതാണ് പറയുന്നത്. ഡി മോർഗൻസ് ലോ പറയുന്നത് എന്താ? L1 യൂണിയൻ L2, L1 U bar യൂണിയൻ L2 bar the whole bar എന്ന് പറഞ്ഞാൽ L1 L2 ആണെന്നാണ് ലോ വെച്ച് ആവണം. പക്ഷേ ദാറ്റ് ഈസ് നോട്ട്. കാരണം എന്താ? വി ഫൈൻഡ് എ കോൺട്രഡിക്ഷൻ. കാരണം എന്താ? കോൺട്രഡിക്ഷൻ. കാരണം നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇന്റർസെക്ഷൻ ഈസ് നോട്ട്, the CFL is not closed under intersection. ഇത് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞാണ്. അതിന് ആ പ്രൂഫിന്റെ നമ്പർ ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. അക്കോർഡിംഗ് ടു ദാറ്റ് പ്രൂഫ് ഇത് ഇതല്ല, കോൺട്രഡിക്ഷൻ ആണ്. അതായത് therefore CFL is not, CFL ആർന്നോ ഈസ് നോ, കണ്ടീഷണൽ ലാംഗ്വേജ് is not closed under complement. ഇതെങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത്? ഇത്രയും കേസുള്ളൂ. റെഡി?
അങ്ങനെയാണ് നമ്മൾ therefore ഒക്കെ തെറ്റാണ് സ്പെല്ലിംഗ് ഒക്കെ. therefore അപ്പോൾ ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നാലാമത്തത് ഞാൻ പറയുന്നത് ഡിഫറൻസ് ആണ്. ഡിഫറൻസ് ഞാൻ പറയുന്നു ഇറ്റ് ഈസ് നോട്ട് ക്ലോസ്ഡ്, അല്ല ഇത് CFL നോട്ട് ക്ലോസ്ഡ് ആണെന്ന് ഞാൻ പറയുന്നു. അതായത് ഞാൻ ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു CFL നോട്ട് ക്ലോസ്ഡ് അണ്ടർ ഡിഫറൻസ്. അതിന്റെ കാരണം നിങ്ങൾ പറയണം. നിങ്ങൾക്ക് അതിന്റെ കാരണം സിമ്പിൾ ആയിട്ട് പറയാം. കാരണം എന്താണ് ഡിഫറൻസ്? ഡിഫറൻസിന് ഒരു ഇക്വേഷൻ ഒക്കെ ഞാൻ റെഗുലർ ലാംഗ്വേജ് പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് A minus B? A minus B വാസ് A intersection B complement. ഇക്വേഷൻ ഉണ്ട്, അത് വെച്ചിട്ടാണ് ഇത് പ്രൂവ് ചെയ്യേണ്ടത്. അത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. അത് ഞാൻ ഇന്റൻഷനലി പറയാത്താണ്. അപ്പം ഇത് ചെയ്യുന്നത് പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ. ആദ്യം തന്നെ നമ്മൾ പറയും കോണ്ടക്സ്റ്റുവൽ ലാംഗ്വേജസ് ആർ ക്ലോസ്ഡ് അണ്ടർ ഡിഫറൻസ് പറയും. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണ്, ഇങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെന്നൊക്കെ നമ്മൾ പറയും. അത് നിങ്ങൾ നോക്കുക കേട്ടോ. അത് നിങ്ങൾക്ക് പറയാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ക്ലോഷർ പ്രോപ്പർട്ടി. ക്ലോഷർ പ്രോപ്പർട്ടി ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലോഷർ പ്രോപ്പർട്ടി ചോദിക്കാൻ സാധ്യതയാണ്. അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ ഈ മൊഡ്യൂള് 4th മൊഡ്യൂൾ തീരും കേട്ടോ. ഇനി നമുക്ക് 5th ആണ്. അത് നമുക്ക് വെടുപ്പായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം കേട്ടോ. താങ്ക് യു.